ഇടക്കൊച്ചി PVMM ആംഗ്ലോ ഇന്ത്യൻ UP സ്കൂളിന്റെ 78ാമത് വാർഷികം എറണാകുളം MP ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലോക്കൽ മാനേജർ ജോൺ റിബല്ലോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് മുഖ്യ അതിഥിയായ ചടങ്ങിൽ സിനിമാ താരം സാജൻ പള്ളുരുത്തി സമ്മാനദാനം നിർവഹിച്ചു. വർഷം മുമ്പ് ഗുണനിലവാരമുള്ള നല്ല വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് എത്തിക്കണം എന്ന ഏറ്റവും മനോഹരമായ ഒരാശയമാണ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവരുടെ നേതൃത്വത്തിൽ ഇടക്കൊച്ചിയിൽ സ്കൂൾ ആരംഭിച്ചത്. MP എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ജോൺ റിബല്ലോ സാഹിബ് എന്ന് പറയുന്നത് നമ്മുടെ എത്രയോ വർഷങ്ങളായി ഇവിടെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ പിതാവ് ശ്രീ ജോർജ് ഈഡനുമായി ഏറെ അഗാധമായ ബന്ധം പുലർത്തുന്ന ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഈ സ്കൂളിൻ്റെ ലോക്കൽ മാനേജർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന MP-യുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്ന പരിപൂർണമായ ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ സ്കൂളിൻ്റെ 78ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻസ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. മലയാളിയുടെ വിദ്യാഭ്യാസ ശരാശരി എന്ന് പറഞ്ഞാൽ 42% എന്ന് വെച്ചാൽ 1957 67 വർഷങ്ങൾക്ക് മുമ്പ് മലയാളി എന്ന് പറഞ്ഞാൽ അവർ 42% മലയാളിക്ക് മാത്രമേ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഭൂരിപക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല. 50% ആളുകൾക്ക് പോലും വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസം വഹിച്ചിട്ടുള്ള പങ്കാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിൽ കുറവുണ്ടായിരുന്ന നാടിനെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്ന നാടായി മാറ്റി തീർക്കുന്നതിൽ സർക്കാർ സ്കൂളുകളോടൊപ്പം മാനേജ്മെന്റ് സ്കൂളുകളും വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറി വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ രേഖപ്പെടുത്തലോടൊപ്പമാണ് കൊച്ചി പോലെയുള്ള ഒരു നഗരത്തിൽ ആംഗ്ലോ ഇന്ത്യൻ മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന സ്കൂളുകൾ വഹിച്ചിട്ടുള്ള പങ്കും വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അസോസിയേഷൻ പ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടി ചെന്ന് എമ്മിനെ കണ്ടപ്പോൾ എമ്മിനോട് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ പോകാനായിട്ടുള്ള സ്കൂൾ ബസ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് ടീച്ചർമാർ പൈസയൊക്കെ കൊണ്ട് വാടക എടുക്കുന്നതാണ്. CCP എന്ന ആംഗ്ലോ സ്കൂളിൽ ഒരു വണ്ടി കൊടുക്കാൻ ഉള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്തിട്ടുണ്ട്, ഉടനെ അവിടെ ലഭിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കാം, ഇപ്പോൾ നമ്മുടെ അരൂരിൽ നിന്നും പഴുത്തിൽ നിന്നൊക്കെ കുട്ടികളെ പഠിക്കുന്നത് വാടകയെടുത്ത് വണ്ടി കൊണ്ടുവന്നാക്കുന്നത്. അത് ഈ ഡ്രൈവർമാരുടെ സൗകര്യങ്ങളെ നോക്കിയിട്ട് വേണം അവരിവിടെ കൊണ്ടുവരാൻ പോകാൻ. എന്നാൽ പെർമനൻ്റായിട്ട് നമുക്ക് ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരമായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. എല്ലാം നമ്മുടെ സമുദായത്തിൻ്റെ ഐക്യവും എല്ലാം നന്നായി വന്നാൽ നമുക്ക് കഴിയുന്നതിന് മുമ്പ് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ കൊച്ചിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കണമെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഇല്ലാത്ത ഒരു ചരിത്രത്തെ പറ്റി നമുക്ക് ആലോചിക്കാൻ കൂടി സാധിക്കും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയംസ് വിദ്യാഭ്യാസം ഇടക്കൊച്ചിയിൽ കൊടുത്ത് അതിന് 3-4 തലമുറയിലേക്ക് പകർന്നു നൽകി സ്കൂളിൽ നിന്നും വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഇനിയുള്ള കാലങ്ങളിലെല്ലാം പ്രത്യേകിച്ച് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ അവസാന നിമിഷം വരെ ഈ ചടങ്ങിലൂടെ നിൽക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിലെല്ലാം സ്കൂള് നമ്മുടെ നാടിന് മാതൃകയായി പുതിയ തലമുറകൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകി അതങ്ങനെ അതിന്റെ ചരിത്രയാത്ര നല്ല രീതിയിൽ തുടരട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. 78 വർഷം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. കാരണം അല്ലേ, അത്രയും വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഊർജ്ജമായി അങ്ങനെയുള്ള നല്ല കാലത്തിന്റെ ഓർമ്മകളായി ഇറക്കിക്കൊണ്ട് ഒരൊറ്റ കവിത നിങ്ങളുടെ കയ്യടി നമ്മളിങ്ങനെ താളത്തിലടിക്കുമെങ്കിൽ ഞാനൊരു പാട്ട് പാടി അവസാനിപ്പിക്കാം. റെഡി ആണോ? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ കൂടെയുണ്ടാർന്നേ, ഇടമുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കൂടെയുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ കൂടെയുണ്ടാർന്നേ, ഇടമുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കൂടെയുണ്ടാർന്നേ. പണ്ടിയുടെ വയലുണ്ടാർന്നേ, വയൽ മൊത്തം പതിയുണ്ടാർന്നേ, അത് മൊത്തം കിളിവരുമാർന്നേ, കിളികൾ പാടണമാക്കുണ്ടാർന്നേ. പണ്ടിയുടെ കടലുണ്ടാർന്നേ,
റോട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ പോകുന്നേ. പണ്ടേ നാടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ നീരുണ്ടാർന്നേ. ഒരു വീട്ടിലടത്തു കഴിഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണൊന്ന് കണ്ണു കരഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നേ. കൊച്ചി നഗരസഭാ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, പ്രധാന അധ്യാപിക ഷർമിള ഡിക്കുഞ്ഞ, അധ്യാപികമാരായ എയ്ലിൻ ഗോമസ്, അയോണ അരൂജ, PTA പ്രസിഡന്റ് അഞ്ജലി അജിത്, വിദ്യാർത്ഥി പ്രതിനിധി ലയന എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ അതിമനോഹരമായ കലാപരിപാടികളും അരങ്ങേറി. റെഡ് ജനറബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.